പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ ക്ലീനിംഗ് നടത്തി അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള. PWD, ഇറിഗേഷൻ, LSGD വകുപ്പുകളിലെ എഞ്ചിനീയർമാരാണ് പങ്കെടുത്തത്. സീനിയർ സിറ്റിസൺസായ റിട്ടയർഡ് എഞ്ചിനീയർമാരും പങ്കെടുത്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഈ പ്രവൃത്തി നടത്തിയതെങ്കിലും ശുചീകരണ പ്രവൃത്തികൾ ഒരു ഒറ്റ ദിവസത്തേക്ക് മാത്രമായി ഒതുക്കേണ്ടതല്ല എന്നും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നും അവ വർഷം തോറും ക്രമാനുഗതമായി നടത്തേണ്ടതാണ് എന്നും അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ CP ബാലമുരുകൻ പറഞ്ഞു. വെറും 20 പേർ ചേർന്നാൽ നമ്മുടെ കൊച്ചിയിലെ ഏതു ബീച്ചും ഒറ്റ ദിവസം കൊണ്ട് വൃത്തിയാക്കാൻ സാധിക്കും എന്ന് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അശ്വിൻ ശുഭൻ പറഞ്ഞു. മാലിന്യങ്ങൾ സോർട്ടിങ്ങിനും റീസൈക്ലിങ്ങിനും വേണ്ടി കേരള ഗ്രീൻ ഫോഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ അയച്ചിട്ടുണ്ട്. ഇന്ന് വേൾഡ് എൻവയൺമെൻറ്റ് ഡേ പ്രമാണിച്ച് ഞങ്ങൾ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള അംഗങ്ങൾ പുതുവൈപ്പ് ബീച്ചിൻ്റെ പരിസരം ഒന്ന് ശുദ്ധിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു 10-20 പേര് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ വന്നിട്ട് രാവിലെ 8 മണിക്ക് ഇവിടെ ക്ലീനിങ് തുടങ്ങിയതാണ്. നമുക്കറിയാം, ഇന്ന് ഒരു ദിവസം കൊണ്ട് ഒരു വർഷത്തിലൊരിക്കൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. ജസ്റ്റ് ഫോർ എൻ അവെയർനെസ് നമ്മളിന്നത് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നത്തെ തീം, വേൾഡ് എൻവയൺമെൻറ്റ് തീം എന്ന് പറഞ്ഞാൽ ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് അതാണ് ഇന്നത്തെ ഈ വർഷത്തെ തീം. അപ്പോൾ അത് പ്രമാണിച്ച് നമുക്കറിയാം ഒരു ഭൂമിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാ ടൈപ്പ് വേസ്റ്റുകളുണ്ട്. തെർമോക്കോളുണ്ട്, കുപ്പിയുണ്ട്, ചെരുപ്പുണ്ട്, തുണിയുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതുണ്ട്, നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഒരു അവെയർനെസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആ സൈഡൊക്കെ ഇരിക്കുന്ന കാണുന്ന സൈഡൊക്കെ ഭയങ്കര ഇതുപോലെ വേസ്റ്റ് കിടന്ന ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി ഞങ്ങൾ ഒരു മഴ തുടങ്ങി, എന്നാലും ഒരു ഉച്ചവരെയുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും ഉണ്ട്, എല്ലാ പ്രായക്കാരും ഉണ്ട്. 60+ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, 60+ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പുതിയ ജനറേഷൻ ഇതൊക്കെ കണ്ടിട്ട് കഴിയുന്നതും നമ്മൾ നമ്മുടെ ഭൂമിക്ക് വേണ്ടി, ഭൂമി സംരക്ഷണത്തിന് വേണ്ടി ഉള്ളൊരു സ്ലോഗൻ മനസ്സിൽ വിചാരിച്ച് ഇതേപോലെ വേസ്റ്റ് ഒന്നും പബ്ലിക് പ്ലേസിൽ ഇടാതിരിക്കുക.